കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പുമായി NM വിജയന്റെ മരുമകൾ പത്മജ സെപ്റ്റംബർ 30-നകം പണയത്തിലായ ആധാരം എടുത്തു നൽകണം. ബത്തേരി അർബൻ ബാങ്കിലെ വീടും പറമ്പും പണയം വെച്ച ആധാരമാണ് എടുത്തു നൽകേണ്ടത്. ഇതിന് തയ്യാറായില്ലെങ്കിൽ ഒക്ടോബർ 2 മുതൽ DCC ഓഫീസിന് മുമ്പിൽ സമരം തുടങ്ങുമെന്നും പത്മജ പറയുന്നു. സെപ്റ്റംബർ 30 എന്നൊരു ഡേറ്റ് ഞാനും എൻ്റെ ഭർത്താവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൊടുക്കുകയാണ്. സെപ്റ്റംബർ 30-നുള്ളിൽ ഞങ്ങളുടെ പട്ടയം എടുത്തു തന്നില്ല എങ്കിൽ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി മുതൽ ഞാനും എൻ്റെ ഫാമിലിയും നിരാഹാരം ഇരിക്കാൻ പോവുകയാണ്. സെപ്റ്റംബർ 30-ന് ഞങ്ങൾക്ക് അവർ എന്താ തന്നില്ല എന്നുണ്ടെങ്കിൽ തരാനുള്ളതിന്റെ കാരണം വ്യക്തമാക്കണം. വെറുതെ പറഞ്ഞിട്ട് കാര്യമല്ല, അവര് തരാൻ പറ്റില്ല എന്നുള്ളതിന്റെ കാരണം വ്യക്തമാക്കിയിട്ട് ഞങ്ങളോട് പറയണം. ഒരു രീതിയിൽ മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ അനിയനെയും കൂട്ടിയിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അന്ന് ആത്മഹത്യ ചെയ്തതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളെല്ലാം എല്ലാവരും കണ്ടതാണ്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഈ പത്മജയുടെ വിഷയമടക്കം പല വിഷയങ്ങളിലായി കോൺഗ്രസ് നേതൃത്വം വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്നതിനിടയിലാണ് ഒരു സമരപ്രഖ്യാപനവുമായി പത്മജ രംഗത്തേക്ക് വരുന്നത്. നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഇനി സാമ്പത്തികമായി സഹായിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് നേതൃത്വത്തിനുള്ളത് എന്നാണ്. ഈ ആധാരം എടുത്തു നൽകിയില്ലെങ്കിൽ കടുത്ത സമരം എന്നുള്ള നിലപാടിലേക്ക് കുടുംബം പോകുമ്പോൾ അത് കോൺഗ്രസിനെ എത്രത്തോളം വെട്ടിലാക്കുന്നുണ്ട് സുർജിത്ത്? ശ്രീജിത്ത്, ഇതിൽ ഒരു സമര പ്രഖ്യാപനമാണ് ഇപ്പോൾ NM വിജയന്റെ കുടുംബം നടത്തുന്നത്. അതായത് ഈ DCCക്ക് മുന്നിൽ ഒക്ടോബർ 2-ാം തീയതി മുതൽ സമരം നടത്തും, അവിടെ കുത്തിയിരുന്ന് സമരം നടത്തും എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ കാരണം സെപ്റ്റംബർ 30-നകം ഈ വീട് സ്ഥലവും പണയം വെച്ചുകൊണ്ടുള്ള ആ ഒരു ആധാരം അർബൻ ബാങ്കിൽ, ബത്തേരി അർബൻ ബാങ്കിലുണ്ട്, അത് തിരിച്ച് എടുത്തു നൽകണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഇന്നലെ ഈ ബാങ്കിന്റെ പ്രസിഡന്റായിട്ടുള്ള DP രാജശേഖരൻ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിൽ 69 ലക്ഷം രൂപ ബാങ്കിന് കിട്ടാനുണ്ട്. അതെല്ലാം കുറവുകളും വരുത്തി അതിനുശേഷം 63 ലക്ഷം രൂപയാണ് ബാക്കിയായിട്ടുള്ളത്. ഇതുവരെ 2 MLA-മാർ, അതായത് T സിദ്ദീഖ് MLA-യും ഒപ്പം തന്നെ AP അനിൽകുമാറും പറഞ്ഞതനുസരിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കർശനമായ നടപടിയിലേക്ക് ബാങ്ക് പോകാതിരുന്നത്, നിയമപരമായ നടപടിയിലേക്ക് പോകാതിരുന്നത് എന്നുള്ള വാദമാണ് ഇവർ ഉന്നയിച്ചത്. എന്തായാലും ഇവർ പറയുന്ന കാര്യം, കുടുംബം ഉന്നയിക്കുന്ന കാര്യം, ഈ UDF ഭരിച്ചിരുന്ന വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞ് കോടികൾ കോഴ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം. ഇതിനായി ഈ NM വിജയന്റെ വിശ്വാസ്യത ഉപയോഗിച്ചു. അത് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പാർട്ടി ചതിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന വാദം. ഇതനുസരിച്ചാണ് ഇപ്പോൾ ആ പണം പൂർണ്ണമായും അത് പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ച തുകയാണ്. അതുകൊണ്ട് തന്നെ അത് വേഗത്തിൽ തന്നെ അത് മടക്കി നൽകാൻ, ഈ ആധാരം നൽകാനുള്ള നടപടിയിലേക്ക് പാർട്ടി നേതൃത്വം കടക്കണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. അല്ലാത്ത പക്ഷം ഇങ്ങനെ ഒരു സമര നടപടിയിലേക്ക് കടക്കേണ്ടി വരും. അത് ഒക്ടോബർ 2-ാം തീയതി തന്നെ ഈ DCCക്ക് മുന്നിൽ സമരം നടത്തും എന്നാണ് പത്മജ പറയുന്നത്. സുർജിത്ത്, മറ്റൊന്ന് ഈ സാമ്പത്തിക ബാധ്യതകളുടെ കാര്യത്തിലാണെങ്കിൽ സഹായിക്കാം എന്നുള്ള വാഗ്ദാനമൊക്കെ ഇപ്പോൾ CPIM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട്. അങ്ങനെയല്ല, അത് കോൺഗ്രസ് നേതൃത്വം തന്നെ തരണം എന്നൊരു നിലപാട് കൂടി ഈ പത്മജ സ്വീകരിക്കുന്നു എന്നാണല്ലോ ഈ സമരപ്രഖ്യാപനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സുർജിത്ത്? തീർച്ചയായും റിജിത്ത്, അത്തരത്തിൽ തന്നെയാണ്. അല്ലെങ്കിൽ ഇവരോട് പ്രത്യക്ഷമായി CPM നേതാക്കൾ ആരും ഒരു വാക്ക് തന്നിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പത്മജ കഴിഞ്ഞ ദിവസവും പറഞ്ഞ കാര്യം അതാണ്. ഞങ്ങളോട് അങ്ങനെ ഒരു വാഗ്ദാനം നൽകിയിട്ടില്ല, മാധ്യമങ്ങൾ മുഖാന്തരമാണ് അറിയിക്കുക എന്നുള്ളതാണ്. CPM നേതാക്കൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ MV ജയരാജനാണ് എത്തിയത്. നേരത്തെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എത്തിയ ഘട്ടത്തിൽ പോലും കോൺഗ്രസ് സഹായിച്ചില്ലെങ്കിൽ CPIM സഹായിക്കും എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് അവർ എടുത്തിരുന്നത്. പക്ഷേ അത് കോൺഗ്രസ് ആണ് അതിന് മറുപടി പറയേണ്ടത് എന്നുള്ളതാണ് ഈ കുടുംബം വാദിക്കുന്നത്. ഇത് പണം നൽകാൻ തയ്യാറല്ല എങ്കിൽ അത് കോൺഗ്രസിന്റെ തോൽവിയാണല്ലോ, കോൺഗ്രസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു മറുപടി പറയേണ്ടത് എന്നുള്ളതാണ് പത്മജയുടെ വാദം. അതേസമയം കോൺഗ്രസ് ഇത് രാഷ്ട്രീയമായി മാറിയ സ്ഥിതിക്ക് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും പ്രതികരിക്കുന്ന കാര്യം, ഇന്നലെ പോലും DP രാജശേഖരൻ DCC ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയ ഘട്ടത്തിൽ പറഞ്ഞത് ബ്രഹ്മഗിരിയിൽ വലിയ രീതിയിൽ ആളുകൾ പണം കിട്ടാതെ CPM നേതൃത്വം നൽകുന്ന ഒരു സൊസൈറ്റിയാണ് ബ്രഹ്മഗിരി. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ 30-നകം പണയത്തിലായ ആധാരം കോൺഗ്രസ് നേതൃത്വം എടുത്തു നൽകണം എന്നുള്ളതാണ് NM വിജയന്റെ കുടുംബം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ DCCക്ക് മുമ്പിൽ, DCC ഓഫീസിന് മുമ്പിൽ ശക്തമായ സമരത്തിലേക്ക് കടക്കും എന്നാണ് പത്മജയുടെ മുന്നറിയിപ്പ്. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.